പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. സിസ്റ്റർക്ക് ഗൗരിയോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അവളുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ലെന്ന് അവർക്ക് തോന്നി. വൈകാതെ അവർ സിസ്റ്ററിനോട് യാത്ര പറഞ്ഞിറങ്ങി. വിശക്കുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്പസമയം പിന്നിട്ടപ്പോൾ ഗോപിനാഥ മേനോൻ എല്ലാവരോടുമായി പറഞ്ഞു, എനിക്ക് വിശപ്പില്ല അച്ഛാ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. പെട്ടെന്ന് തന്നെ ഗൗരി പറഞ്ഞു, ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങിയതല്ലേ. കിഷോറെ, ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ വണ്ടിയൊന്ന് ഒതുക്കണേ. ഡ്രൈവറോടായി ഗോപിനാഥ മേനോൻ പറയുകയാണ്. ദേവി മാത്രം ഒന്നും ഉരിയാടാതെ ഇരിക്കുകയാണ്. അവരുടെ ഓർമ്മകൾ ഒരുപാട് പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഹരിയെയും ചേർത്ത് പിടിച്ചുറങ്ങിയ രാത്രികൾ. അവൻ തന്നെ അമ്മയെന്ന് വിളിക്കാൻ താൻ ഏറെ ബുദ്ധിമുട്ടി. കാരണം ഞാനാണ് മോൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അവൻ വാതുക്കലേക്ക് നോക്കിയിരിക്കും. എന്നിട്ട് പറയും, സിസ്റ്ററമ്മ പറഞ്ഞല്ലോ എൻ്റെ അമ്മ ഓടി വരുമെന്ന്. എൻ്റെ അമ്മ ഇതല്ല. അവൻ്റെ കുഞ്ഞു ഭാഷയിൽ അവൻ ദേവിയോട് എപ്പോഴും പറയുന്നത് അവൾ ഓർത്തു. കണ്ണനും ഉണ്ണിയുമായി മെല്ലെയാണ് അവൻ ചങ്ങാത്തത്തിലായത്. പതിയെ പതിയെ അവന് താൻ അവൻ്റെ അമ്മയായി മാറി. തൻ്റെ 3 മക്കളെക്കാളും എന്തോ വല്ലാത്ത ഒരു അടുപ്പമായിരുന്നു ഹരിയോട് തനിക്ക്. വളരും തോറും അവനും തന്നെ മാത്രം മതിയായിരുന്നു. അമ്മാള് കൂടി വന്നതോടെ തൻ്റെ വീട്ടിൽ ഒരു ഉത്സവം പോലെയായിരുന്നു. 3 ചേട്ടന്മാരുടെയും കുഞ്ഞു പെങ്ങളായി അവൾ വളർന്നു. ഒരിക്കപ്പോലും ഹരിയെ അവരാരും വേർതിരിച്ച് കണ്ടിട്ടില്ല. ഗോപിനാഥ മേനോൻ്റെ മകനല്ലെങ്കിൽ പോലും അയാളുടെ ബിസിനസ് തന്ത്രങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയത് ഹരിയായിരുന്നു. ഇത്രയും വർഷത്തിനോടിടയ്ക്ക് ആദ്യമായിട്ടാണ് താൻ ഹരിയോട് കയർത്ത് സംസാരിക്കുന്നത്, അവനെ ഒന്ന് മേലിൽ നോവിക്കുന്നത്. അവനോട് മിണ്ടാതിരിക്കുമ്പോഴും തൻ്റെ മനസ്സ് ആർത്തലയുകയായിരുന്നു. ദേവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. ഇന്നലെ രാത്രിയിൽ ബെഡ്റൂമിൽ വെച്ചാണ് മേനോൻ ഭാര്യയുടെ മുഖം ശ്രദ്ധിച്ചത്. എന്തുപറ്റി? എന്താണ് വിഷമം എന്ന് ചോദിച്ചതും അവർ അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഹരിയുടെയും ഗൗരിയുടെയും കാര്യം അറിഞ്ഞപ്പോൾ അയാളും ഒരുപാട് വിഷമിച്ചിരുന്നു. ഗൗരി അവനെ വിട്ട് പോകുമെന്നറിഞ്ഞപ്പോൾ ദേവിക്ക് തോന്നി ഈ കാര്യങ്ങളെല്ലാം ഹരിയോടൊന്ന് അറിയിക്കണമെന്ന്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൾ ഹരിക്ക് മാപ്പ് കൊടുക്കുമെന്നാണ് ദേവിയുടെ ധാരണ. അതിൻ പ്രകാരമാണ് രണ്ടാളും കൂടി ഈ യാത്ര പ്ലാൻ ചെയ്തതുപോലും. തരക്കേടില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഡ്രൈവർ വണ്ടി നിർത്തി. ദേവിയും ഗോപിനാഥ മേനോനും വണ്ടിയിൽ നിന്നിറങ്ങി. വേറെ നിവൃത്തിയില്ലാതെ ഗൗരിയും. ഡ്രൈവർ വണ്ടി പാർക്ക് ചെയ്യുന്നതിനായി പോയി. ആ സമയത്താണ് ഹരി ഗോപിനാഥ മേനോൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതെ ഡ്രൈവറെ വിളിച്ചത്. അയാൾ തങ്ങളിപ്പോൾ എവിടെയാണെന്ന് ഹരിയോട് പറഞ്ഞു. ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൗരിയുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ലെന്ന് ദേവിക്ക് തോന്നി. അവൾ ഹരിയെ സ്നേഹിക്കുന്നുണ്ടാകും. അതാകും ഒരുപക്ഷെ അവളുടെ ഈ വെപ്രാളം. ഗൗരി ഒരിക്കലും ഹരിയെ വിട്ടു പോകരുതെന്ന് ദേവി പ്രാർത്ഥിച്ചു. മോളെ ഗൗരി, ഇവിടെ അടുത്ത് ചെറിയൊരു പാർക്കുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. എനിക്കും അമ്മയ്ക്കും മോളോട് ഒന്ന് സംസാരിക്കണം. കാറിലിരുന്നത് പറ്റില്ല, കാരണം ഡ്രൈവർ കേൾക്കും. ഹരിയുമായിട്ട് അവൻ നല്ല കമ്പനിയാണ്, മേനോൻ പറഞ്ഞു. ഗൗരി എതിർത്തൊന്നും പറയാതെ മുഖം കുനിച്ചിരുന്നു. അപ്പോഴേക്കും എല്ലാവർക്കുമുള്ള ഭക്ഷണം മേശമേൽ നിരന്നു. അച്ഛൻ്റെ ഫോണിലേക്ക് ഹരി 2 തവണ വിളിച്ചു. അയാൾ മനഃപൂർവ്വം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഹരിയാണ് വിളിക്കുന്നത്. ഈ യാത്രയുടെ കാര്യം തൽക്കാലം അവൻ അറിയണ്ട. അയാൾ ദേവിയോട് പറഞ്ഞു. അപ്പോഴാണ് കാറ് പാർക്ക് ചെയ്തിട്ട് കിഷോർ അവരുടെ അടുത്തേക്ക് വന്നത്. കിഷോർ കാര്യങ്ങൾ ഹരിയോട് പറഞ്ഞു എന്നുള്ളത് മറ്റാർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. ഡ്രൈവറോട് ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് അച്ഛൻ നിർദ്ദേശം കൊടുക്കുന്നത് അവൾ കേട്ടു.
10-20 മിനിറ്റ് എടുത്തു മേനു പറഞ്ഞ സ്ഥലത്തെത്താൻ. വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശം. അവർ മൂവരും വണ്ടിയിൽ നിന്നിറങ്ങി. ബൊഗെയിൻ വില്ലകൾ കൊണ്ട് നിറഞ്ഞ ഒരു പാർക്കാണ്. അവിടെ കിടന്നൊരു ബെഞ്ചിൽ മേനോനും ദേവിയും ഇരുന്നു. ഗൗരി, മോളിരിക്ക്. ദേവി അവളുടെ കയ്യിൽ പിടിച്ച് അവരുടെ അടുത്തിരുത്തി. നമ്മൾ ഇന്ന് ഇവിടെ വന്നത് ഒരു കാരണവശാലും ഹരി അറിയരുത് മോളെ. അവനത് വിഷമമാകും. ഇല്ലച്ച, ഞാൻ പറയില്ല. മോളോട് പൊറുക്കാനാവാത്ത തെറ്റാണ് അവൻ ചെയ്തത്. ഞങ്ങൾക്കറിയാം. ഞാൻ അവനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ മോളെ, ഒരു തവണ അവനോട് ക്ഷമിച്ചുകൂടെ നിനക്ക്? അത്രയ്ക്ക് പാവമാണവൻ. അവനിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയിരുന്നില്ല. അങ്ങനെയുള്ളൊരു പയ്യൻ അല്ലായിരുന്നു മോളെ അവൻ. ഏത് സാഹചര്യം കൊണ്ടാണ് അവനിൽ നിന്നും അങ്ങനെ നീചമായ ഒരു പെരുമാറ്റം ഉണ്ടായതെന്ന് ഞങ്ങൾക്കിപ്പോഴും അറിയില്ല. മോൾക്ക് അവനോട് ഒരു വട്ടം കൂടി ക്ഷമിച്ചൂടെ? എനിക്കും ദേവിക്കും എൻ്റെ മക്കളെയൊക്കെ കൂടുതൽ ഇഷ്ടം അവനോടാണ്. അവന് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ പോലും അവൻ ഞങ്ങളുടെ മകനല്ലെന്ന് ഞങ്ങൾ ഓർത്തിട്ടില്ല. അയാൾ ബെഞ്ചിലേക്ക് ഒന്ന് അമർന്നിരുന്നു കൊണ്ട് ഗൗരിയോട് പറഞ്ഞു, മോക്കറിയാമോ, ഇതേവരെ അവൻ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായി എന്നോട് അവനൊരു കാര്യം പറഞ്ഞു. അത് മോളെ വിവാഹം ചെയ്യാൻ സമ്മതിക്കണമെന്നാണ്. അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് ഞാനും ദേവിയും വിചാരിച്ചു. കാരണം അവൻ്റെ ഇഷ്ടം അതാണ് ഞങ്ങൾക്ക്. അവൻ്റെ സന്തോഷമാണ് ഞങ്ങളുടേത്. അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ ഞങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. പക്ഷെ ഞങ്ങൾ കരുതിയത് നിങ്ങൾ രണ്ടാളും ഇഷ്ടത്തിലാണെന്നാണ്. വിവാഹം കഴിഞ്ഞ് 2ാം നാൾ മുതൽ ഞാൻ അവനിലെ മാറ്റം ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാനൊരു സംശയം ദേവിയോട് ചോദിച്ചത്. നിങ്ങൾ രണ്ടാളും സ്നേഹിച്ചിരുന്നവരാണോ അല്ലയോ എന്ന്. ഹരിക്കൊരു സങ്കടം വന്നാൽ അത് ഞങ്ങൾക്ക് പെട്ടെന്നറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ അവനാണ് ഞങ്ങളുടെ എല്ലാം. അവൻ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് മറ്റെന്തും. അയാൾ പറഞ്ഞു നിർത്തി. ഹരി തെറ്റുകാരനല്ലെന്നും തലേ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറയാനും ഗൗരിക്ക് തോന്നി. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് മാത്രം പറയാമെന്ന് അവൾ കരുതി. പക്ഷെ അവളുടെ ഉള്ളിൽ ചില സംശയങ്ങൾ പൊന്തി വന്നു. അവൾ ദേവിയോട് ചോദിച്ചു, അമ്മേ, ഹരിക്ക് കാര്യങ്ങളൊക്കെ അറിയോ? അറിയാം മോളെ. ഞങ്ങൾ ഹരിയോടിതെല്ലാം പറഞ്ഞാണ് വളർത്തിയത്. കാരണം നാളെ ഒരിക്കൽ മറ്റൊരാളിൽ നിന്നറിയുമ്പോൾ അവന് ഒരുപാട് വേദന തോന്നും. അതുകൊണ്ടാണ് ഞങ്ങൾ അവനോട് ഇതെല്ലാം പറഞ്ഞത്. അതിനുശേഷം എല്ലാ വർഷവും ഡിസംബർ 28-ന് ഹരി ഇവിടെ വരും. ഇവിടെ ആ ദിവസം മുഴുവൻ ചെലവഴിച്ചിട്ടേ തിരികെ വരുള്ളൂ. മോളോട് അച്ഛനും അമ്മയ്ക്കും ഒരപേക്ഷയുണ്ട്. ഈശ്വരനെ ഓർത്ത് മോൾ അവനെ വിട്ടു പോകരുത്. അമ്മ മോളുടെ കാല് പിടിക്കാം. അമ്മേ, ഇതെന്താണ് പറയുന്നത്? അവൾ വേഗം അവരുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. അമ്മേ, ഇങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് മോളെ. എൻ്റെ ഹരിക്കുട്ടനെ ഞാൻ ആദ്യമായിട്ട് തല്ലി. അവനിട്ട് അടി കൊടുത്തപ്പോൾ എൻ്റെ ചങ്കാണ് പൊട്ടിയത്. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ഞാൻ പണ്ട് കണ്ട ആ 3 വയസ്സുകാരനെയാണ് ഓർത്തത്. അന്നും ഇതുപോലെ നിറഞ്ഞ കണ്ണുകളുമായി അവൻ എൻ്റെ ഈ കൈകളിലേക്ക് വന്നു. ഒരിക്കൽ പോലും ഞാൻ അവൻ്റെ കണ്ണ് നിറയാൻ അനുവദിച്ചിട്ടില്ല. അത്രയ്ക്ക് എൻ്റെ പ്രാണനായിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. എല്ലാവരും പറയും കഴിഞ്ഞ ജന്മം എൻ്റെ ഏട്ടൻ്റെ മകനായിരുന്നു ഹരിക്കുട്ടനെന്ന്. അതുപോലെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. നീ അവനെ ഉപേക്ഷിച്ചു പോയാൽ ഞങ്ങളുടെ ഹരിക്കുട്ടൻ തകർന്നു പോകും. അതുകൊണ്ടാണ് മോളെ ഞങ്ങൾ മോളോട്
ഇതെല്ലാം തുറന്നു പറയാനായി മോളെയും കൂട്ടി വന്നത്. ഇനി മോക്ക് തീരുമാനിക്കാമില്ല. നേരം പോകുന്നു. പോയേക്കാം ഏട്ടാ. ദേവി എഴുന്നേറ്റു. ഒപ്പം മേനോനും ഗൗരിയും. അച്ഛ, ഗൗരി വിളിച്ചു. എന്താ മോളെ? അച്ഛ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അന്നാ മഴയത്ത് പരിചയം ഇല്ലാത്ത ഒരുവൻ്റെ വണ്ടിയിൽ കയറുവാൻ പാടില്ലായിരുന്നു. പക്ഷെ അന്നേരം അത്രയ്ക്കൊന്നും ഓർത്തില്ല അച്ഛ. ഇങ്ങനെയൊക്കെ നടക്കണമെന്നാവും ഞങ്ങളുടെ വിധി. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഞാൻ ഒരിക്കലും ഹരിയെ വിട്ടു പോകില്ല അച്ഛ. എൻ്റെ മരണത്തിൽ നിന്നല്ലാതെ ഹരി ചാർത്തിയായി താലി വേർപെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനും അമ്മയ്ക്കും ഞാൻ വാക്ക് തരുന്നു. അവളുടെ വാക്കുകൾ ഉറപ്പുള്ളതായിരുന്നു. ദേവിയുടെയും മേനോന്റെയും മുഖം പ്രകാശിച്ചു. ദേവി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ മുത്തം കൊടുത്തു. കിഷോർ നോക്കുന്ന കണ്ടതും മേനോൻ ദേവിയോട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ ഏറെ സന്തോഷത്തോടെയാണ് മടക്കയാത്ര തുടർന്നത്. ഹരിയുടെ ഫോണിലേക്ക് അബിയുടെ നമ്പറിൽ നിന്നും മെസ്സേജ് വരാൻ തുടങ്ങിയിട്ട് അല്പനിമിഷമായി. ഹരി, എടാ, എന്നോട് പിണങ്ങല്ലേ പ്ലീസ്. ഞാൻ ഗൗരിയോട് നിനക്കിഷ്ടാണെന്ന് പറയാൻ പോയതാ. പക്ഷെ അന്ന് അത് കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് കണ്ടത്. അപ്പോഴാണ് എൻ്റെ കസിൻ നന്ദു പറഞ്ഞത് അവൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന്. നന്ദു കള്ളം പറഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അബിയുടെ ഫോൺ മെസ്സേജ് അവിടെ മുറിഞ്ഞു. ഹരിക്ക് ആകാംക്ഷയേറി. ഹരി, നീ ഈ ഓഡിയോ ഒന്ന് കേൾക്ക്. എന്നിട്ട് എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. അബിയുടെ മെസ്സേജ് വീണ്ടും വന്നു. ഹരി ഫോണിലേക്ക് കണ്ണും നട്ടിരുന്നു. പെട്ടെന്നാണ് അവൻ ഒരു ഓഡിയോ അയച്ചത്. അബിയേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ കളവാണ്.